ഹലോ അസ്സലാമലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന നല്ല കുറച്ച് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ ഏതായാലും വീഡിയോ ഫുള്ളായിട്ട് തന്നെ അങ്ങനെ കണ്ടോക്ക്. അപ്പോൾ ഇന്നൊരു ട്രിപ്പ് വ്ളോഗാണ്. ചെറിയൊരു ട്രിപ്പ് പോയിട്ടുണ്ടായി, നമ്മൾ ഫാമിലി ആയിട്ടാണ് പോയിട്ടുണ്ടായത്. അതിൻ്റെ ത്രില്ല് എന്തായാലും ഈ ഒരു വീഡിയോയിലുണ്ട്. നിങ്ങളൊരു 1 ഡേ ട്രിപ്പ് മടിക്കേരിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും ഇത്. ഒരു 3 സ്പോട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ്. നല്ല അടിപൊളി പോയിന്റ് വ്യൂവും അതേപോലെ തന്നെ അഡ്വഞ്ചേഴ്സും എല്ലാം നമുക്ക് ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന 2-3 സ്പോട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും വീഡിയോ മൊത്തത്തിൽ അങ്ങനെ കണ്ടോക്ക്. അങ്ങനെ നമ്മൾ പോരുന്ന ഒരു 8 മണിക്കാണ് വിട്ടിട്ടുണ്ടായത്. ഇങ്ങനെ ട്രിപ്പെല്ലാം പോകുന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ വിടുന്നതായിരിക്കും നല്ലത്. നമുക്ക് ചെറിയ കാരണം കൊണ്ട് അതിന് ട്രിപ്പ് മുടങ്ങി പോകുമെന്നെല്ലാം ഉണ്ടായിന്. അങ്ങനെ പിന്നെ രണ്ടും കൽപ്പിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. നമ്മൾ കുറേ പ്ലാൻ ആക്കിയിട്ട് എവിടെയെങ്കിലും ട്രിപ്പ് പോകാൻ നിൽക്കുന്നുണ്ടെങ്കിൽ എന്തായാലും അത് നടക്കലൊന്നുമില്ല. ചില സമയത്ത് മാത്രം അതങ്ങനെ നടക്കലാണ്. അതല്ലാതെ പെട്ടെന്ന് നമുക്ക് രാത്രി വിചാരിച്ചിട്ട് രാവിലെ പോവാം അങ്ങനെയെല്ലാം വിചാരിച്ചിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ട്രിപ്പ് നല്ല അടിപൊളിയായിട്ട് നടക്കും. അപ്പോൾ അതുപോലൊരു നടന്നൊരു സംഭവമാണ് ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ പ്ലാൻ ആക്കുന്ന ടൈമിൽ നമ്മൾ വീലാൻഡ് പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായത്. തൃക്കരിപ്പൂർ വീലാൻഡ് ഇല്ലേ, അവിടെ പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായത്. അത് പിന്നെ വെള്ളത്തിലെല്ലാം ഇങ്ങനെ പിള്ളമാർക്കല്ലേ അധികം കളിക്കാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ആക്കുന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലം നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ലാസ്റ്റ് നമുക്ക് മടിക്കേരി പോകാമെന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവുമല്ലോ, കരിച്ചേരി കയറ്റെല്ലാം കയറിയിട്ട് ഇപ്പം നമ്മൾ കുറ്റിക്കോലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ആടുന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്തായിട്ട് കുറച്ച് മൺചട്ടിയും അതേപോലെ തന്നെ പണ്ടത്തെ സംഭവമില്ലേ ഓലൻ്റെ എല്ലാം നമ്മൾ ഇവിടെ എല്ലാം ഈ പത്തലെല്ലാം ചുട്ടിച്ചിട്ട് ചുട്ടിച്ച് നമ്മൾ ഇട്ട് വെക്കുമല്ലോ, ഈ കാസറോളെല്ലാം ഇട്ട് വെക്കുമല്ലോ. അപ്പോൾ അതിന് പകരമായിട്ട് ആ ഒരു ഹൈറ്റുള്ളൊരു സംഭവം കണ്ടിട്ട് അപ്പോൾ അതിലാണ് ഇട്ട് വെക്കൽ. നല്ല രസമാണ് അത് കാണാൻ. ആ ഒരു സമയത്തെല്ലാം അത് അത്ര ഒരു നമുക്കൊരു കൗതുകമായിട്ടൊന്നും കാണാനില്ല. ഇപ്പോൾ പിന്നെ അതെല്ലാം കാണുമ്പോൾ ഭയങ്കര ഒരു ഇതാണ്. ഇപ്പം അങ്ങനെ അധികം അത് കാണലില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. അങ്ങനെ നമ്മാടുന്ന് പൂരിയും ബാജിയും അതേപോലെ മുട്ട റോസ്റ്റ്, ദോശ, സാധാരണ നമ്മളെ ദോശയില്ലേ, തട്ട് ദോശ അല്ല നാടൻ ദോശയില്ലേ, അപ്പോൾ അത് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളെല്ലാം മേങ്ങിയിട്ടുണ്ടായിന്. നല്ല അടിപൊളി കോഫിയും ഉണ്ടായി. അപ്പോൾ അങ്ങനെ അതെല്ലാം കുടിച്ചിട്ട് അതിൻ്റെ ഇപ്പുറത്തായിട്ട് തന്നെ ചെറിയൊരു ബേക്കറി ഉണ്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് നമുക്കിങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്കിങ്ങനെ എന്തെങ്കിലും എല്ലാം തിന്നാൻ തോന്നുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സ് കാര്യങ്ങളെല്ലാം മേങ്ങിയിട്ടുണ്ടായിന്. പിള്ളമാർക്കെല്ലാം കിൻഡർ ജോയ് വേണമെന്ന് പറഞ്ഞിട്ട് അവർക്കെല്ലാവർക്കും കിൻഡർ ജോയും മേങ്ങിയിട്ടുണ്ടായിന്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഇങ്ങോട്ട് ഏണിയാടി ദർഗാ ഷെരീഫിലേക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്കിതെല്ലാം നല്ലൊരു വിശ്വാസമാണ്. എവിടെയെങ്കിലും പള്ളി കാണുമ്പോൾ അപകടമൊന്നും സംഭവിക്കാതിരിക്കാനും സന്തോഷത്തിൽ നേരെ മടങ്ങി വരാൻ തിരിച്ച് വീട്ടിലേക്ക് സന്തോഷത്തിലെത്താനും അതിന് വേണ്ടിയിട്ടുള്ളൊരു അതിന് ഇങ്ങനെ എന്തെങ്കിലും പൈസ ആഡ് ഇടും. അപ്പോൾ അത് ചില ആൾക്ക് ഇഷ്ടപ്പെടും ഇത് കാണുമ്പോൾ, ചില ആൾക്ക് അത് ഇഷ്ടപ്പെടണം എന്നില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഏത് ഭാഗത്ത് പോകുമ്പോൾ ഇതുപോലെ പള്ളി കാണുമ്പോൾ നമ്മിങ്ങനെ ഇടലുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തെല്ലാം കൂടിയിട്ട് പോകുമ്പോൾ ആ ഒരു പച്ചപ്പ് കാര്യങ്ങൾ 2 സൈഡ് പച്ചപ്പും നമ്മിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഭയങ്കര എന്തോ ഒരു ഫീലിംഗ് അല്ലേ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ ഈ പച്ചപ്പെല്ലാം കാണാൻ. അങ്ങനെ നമ്മൾ മേങ്ങിയ മിച്ചറുണ്ട്, അതെല്ലാം നല്ല ഫ്രഷായിട്ടാണ് നമുക്ക് കിട്ടിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു ബേക്കറിയിലത്തെ എല്ലാ സാധനങ്ങളും നല്ല ഫ്രഷായിട്ട് തന്നെയാണ് ഉണ്ടായത്. നമ്മിങ്ങനെ ഇതുപോലെ ഓരോ സ്ഥലങ്ങൾ കാണാൻ വിചാരിക്കും ഫുള്ള് വീഡിയോ എടുക്കണം എന്നെല്ലാം. പക്ഷേ വീഡിയോ എടുത്ത് കഴിയുന്ന സമയത്ത് കുറേ ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വെറുതെ ഇത് കാണുമ്പോൾ ഒരു ബോറടിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കുറേ ഭാഗം കട്ടാക്കിയിട്ടുണ്ട്. നമ്മൾ രാവിലെ ചായ കുടിച്ച ആ ഒരു ഹോട്ടലിൽ നിന്ന് ഈ സുഗിയനില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സുഗിയൻ. അപ്പോൾ അവിടെ കണ്ടിട്ടാകുമ്പോൾ അതും മേങ്ങിയിട്ടുണ്ടായിന്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഉണ്ടായത്. ദുവാ മോള് എൻ്റെ മടിയിൽ ഇരുന്നിട്ടുണ്ട്, ഉറക്ക് വരുന്ന പോലെയെല്ലാം ഉണ്ട്. രാവിലെ എണിച്ചതല്ലേ. ആദമും ജമ്മും എല്ലാം ബാക്കിലുണ്ട്. പെങ്ങളും മക്കളും അതേപോലെ തന്നെ ഞാനും സായിച്ചാവും മക്കളും. അപ്പോൾ അത്ര ആളാണ് പോയത്. വേറൊരു പങ്ക് വന്നിട്ടുണ്ടായിട്ടാ. അപ്പോൾ എളിയ ഒറ്റക്കായതുകൊണ്ട് ഒറ്റക്കാക്കുണ്ടാകുന്നെല്ലാം വിചാരിച്ചിട്ട് ആ ഒരു പങ്ക് വന്നിട്ടുണ്ടായിട്ടാ. അപ്പോൾ അത് നമുക്ക് നല്ലോണം മിസ്സാകുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ.
അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് മടിക്കേരി രാജസീറ്റ് ഗാർഡനിലാണ്. അപ്പം നിങ്ങൾ മടിക്കേരി വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു സ്പോട്ടിൽ കയറണവേ. നല്ല അടിപൊളി പോയിന്റ് വ്യൂസും കാണാനും വീഡിയോസെല്ലാം എടുക്കാനും പറ്റിയ നല്ല ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ മിസ്സാക്കണ്ട. ഒരു ഭാഗത്തായിട്ടില്ലേ പിള്ളേർക്ക് കളിക്കാനുള്ളതും എല്ലാം ഉണ്ട്. നമുക്ക് റീൽസ് എല്ലാം ആക്കാൻ പറ്റിയ നല്ല നല്ല സ്ഥലങ്ങളെല്ലാം ഉണ്ടായിന്. ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിന്. പിന്നില്ലേ അതാണ് പറഞ്ഞത്, നേരത്തെ നമ്മൾ പുരയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ചധികം സമയം കൂടി ഇവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാനും. മാത്രം നമ്മൾ കുറച്ച് ലേറ്റ് ആയിനല്ലോ പുരയിൽ ഇറങ്ങാൻ. അപ്പോൾ അതുകൊണ്ട് കുറേ ടൈം നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. എന്നാലും നമ്മൾ ഉണ്ടായി, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ സമയം പോയതേ അറിയില്ല. കുറേ ഫ്ലവേഴ്സും നല്ല രസമുണ്ട്. അവിടെ അടുത്ത ഫോട്ടോസായാലും വീഡിയോസായാലും കാണാനും എല്ലാം നല്ല രസമുണ്ടായിന്. വീഡിയോസും ഫോട്ടോസെല്ലാം എടുക്കുന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ നമ്മൾ അങ്ങനെ അധികം ഒന്നും എടുത്തിട്ടാ വീഡിയോയിൽ കുറേ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ബോറടിക്കാണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എത്തിയിട്ടുണ്ടായത് മടിക്കേരിയിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്ക് വേറെ നല്ലൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് ഇങ്ങനെ ഇതുപോലെ കാട്ടിൻ്റെ ഉള്ളിൽ കൂടിയിട്ട് ഇങ്ങനെ പോകുന്നതാണ്. അവിടെ കുറേ എന്തെല്ലാം മരങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമുക്ക് നമ്മളൊരു ഗൈഡ് ഉണ്ടാവും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ചിട്ട് എല്ലാം ഒരു പറഞ്ഞു തരും. ഇവിടെ നമുക്കില്ലേ ഫ്രഷ് ആയിട്ടുള്ള കോഫി സ്പൈസസ് എല്ലാം ഇല്ലേ, അതെല്ലാം നമുക്ക് ഇങ്ങനെ ഒറിജിനൽ ആയിട്ടുള്ളത് തന്നെ കിട്ടും. നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ കിട്ടും. ടൂറിസ്റ്റ് എല്ലാം വരുന്നില്ലേ, ഓർക്കെല്ലാം നല്ല പറ്റിയ സ്ഥലമാണ് പർച്ചേസ് ചെയ്യാനും എല്ലാം. ചോക്ലേറ്റ് എല്ലാം ഇങ്ങനെ കൊക്കയിൽ നിന്ന് എടുത്തിട്ട് ഓരോന്നെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നില്ലേ, അങ്ങനത്തെ സംഭവങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അതെല്ലാം കുറച്ച് ഞാൻ വീഡിയോസെല്ലാം എടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ഇതുപോലെ കാട്ടിൻ്റെ ഉള്ളിൽ കൂടിയിട്ട് ഇങ്ങനെ പോകുന്നതാണ്. ആ പോകുന്ന ഇതെല്ലാം ഇല്ലേ നല്ല രസമുണ്ടായിന്. വീഡിയോസ് എടുക്കാനായിട്ടും ഫോട്ടോസ് എടുക്കാനും എല്ലാം നല്ല രസമുണ്ടായിന്. അതേപോലെ തന്നെ മടിക്കേരി ആകുമ്പോൾ എത്ര വെയിലുണ്ടെങ്കിലും നമുക്ക് ക്ഷീണം അറിയില്ലല്ലോ. നല്ലൊരു തണുപ്പും തണുത്ത കാറ്റും അങ്ങനെയെല്ലാം ആയിട്ട് നടക്കാനും മക്കൾക്ക് ആർക്കൊന്നും ഇങ്ങനെ ഒരു മടുപ്പൊന്നും തോന്നിയിട്ടുണ്ടായില്ല. എല്ലാവരും നല്ല എൻജോയ് ആക്കിയിട്ടാണ് നടന്നിട്ടുണ്ടായത്. അപ്പം അങ്ങനെ നമ്മളിങ്ങനെ നടന്നിട്ട് വരുന്ന വഴിയിലെല്ലാം ആയിട്ട് ഇരുമ്പിൻ്റെ ഇങ്ങനെ പോയിന്റ് വ്യൂസ് എല്ലാം ഉണ്ടാകുന്നില്ലേ, നമുക്ക് മേലെ കയറിയിട്ടെല്ലാം കാണാൻ പറ്റുന്ന 2-3 സ്ഥലത്തുണ്ട് അതുപോലത്തെ സംഭവങ്ങൾ. അപ്പം അവിടെല്ലാം കയറിയിട്ട് നമ്മൾ വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തിട്ടുണ്ടായിന്. മാഷാ അല്ലാഹ് നല്ല അടിപൊളി ട്രിപ്പ് തന്നെയാണ്. നമ്മൾ എല്ലാവരും നല്ലോണം എൻജോയ് ആക്കിയിട്ടുണ്ടായിന് ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത്. ഇനിയും നല്ല നല്ല സംഭവങ്ങളും സ്ഥലങ്ങളും എല്ലാം വരുന്നുണ്ട്. വീഡിയോ എന്തായാലും നിങ്ങൾ സ്കിപ്പാക്കണ്ട. നിങ്ങൾ മടിക്കേരി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആടെയും എന്തായാലും പോകണം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ എത്തിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് നല്ല നല്ല സംഭവങ്ങളെല്ലാം ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ കിട്ടും. അപ്പോൾ ഈ ഒരു പാക്കറ്റിലായിട്ട് കാണുന്നത് ഏലക്ക, ഗ്രാമ്പ് അതുപോലത്തെ കുറേ സംഭവങ്ങളാണ്. പിന്നെ കോക്കനട്ട് ഓയിലായാലും അതേപോലെ തന്നെ കുറേ ഹോം മെയ്ഡ് സോപ്പ് കാര്യങ്ങൾ എല്ലാം നമുക്ക് എന്ത് വേണമെങ്കിലും നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെയാണ് ഇവിടുന്ന് കിട്ടുന്നത്. അതേപോലെ തന്നെ നല്ല അവിടെ എത്തുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ്, നല്ലൊരു ഫ്രഷ് സ്മെല്ലുണ്ടാകുന്നില്ലേ. കോഫിൻ്റെ ആയാലും അതേപോലെ ഇങ്ങനത്തെ സ്പൈസസിൻ്റെ ആയാലും നല്ല ഫ്രഷ് സ്മെല്ലാണ് അവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത്. പിന്നെ കുറേ അച്ചാർ കാര്യങ്ങൾ, പിന്നെ നമുക്ക് ഈ തേനെല്ലാം ഇല്ലേ അതെല്ലാം അതിങ്ങനെ വെച്ച സ്ഥലത്ത് കണ്ട ഈ എന്താ പറയണ്ട അതിൻ്റെ ആ തേനീച്ചെല്ലാം പറക്കുന്നത്. അപ്പം അത് ഒറിജിനലായിട്ട് തന്നെ ഉണ്ട് സംഭവം തന്നെയാണ്. പിന്നെ നമുക്ക് മടിക്കേരി എത്തിയാൽ കുറേ കാണുന്നൊരു സംഭവമല്ലേ ഇത്. ഏത് ഭാഗത്ത് തിരിഞ്ഞാലും ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റ് അല്ലേ, അവിടെ അതൊരു സംഭവം തന്നെയാണ്. അവിടെ എവിടെ എത്തിയാലും നമുക്ക് കുറേ ഈ പഴയ ഈ കുരിയ കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടാകുന്നില്ലേ, ഈ ഹാൻഡ് മെയ്ഡ് കയ്യിൽ വെച്ചിട്ട് മുടഞ്ഞ കുറേ സംഭവങ്ങൾ. അപ്പം അതെല്ലാം നമുക്ക് കുറേ ഭാഗത്തായിട്ട് കാണാൻ പറ്റും. നല്ല ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടില്ല എന്ത് രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഓരോന്നും നമുക്കിങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു കൗതുകം തോന്നും. ഇപ്പോൾ കാണുന്നുള്ളത് ചോക്ലേറ്റ് ആണ്. നമ്മൾ ഈ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഉണ്ടാകുന്നില്ലേ, അതാണ് ഇത് സംഭവം. വൈറ്റ്, ഡാർക്ക്, മിൽക്ക്, അതേപോലെ തന്നെ ഈ ഫ്ലേവർ ആയിട്ടുള്ള മാംഗോ ഫ്ലേവർ ഉള്ളതുണ്ടായിന്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, അപ്പോൾ അതെല്ലാം മിക്സ് ആക്കിയിട്ടുള്ളതും എല്ലാം ഉണ്ടായിന്. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പിന്നെ നമ്മൾ കുറച്ച് സമയം കയ്യിലെടുക്കുമ്പോൾ തന്നെ അതിങ്ങനെ മെൽട്ടായിട്ട് പോകുന്നുണ്ട്. ഒറിജിനൽ അല്ലേ സംഭവം, അവിടെ തന്നെ കൊക്കോയിൽ നിന്ന് തന്നെ ഫ്രഷ് ആയിട്ട് ഓറന്നെ ഉണ്ടാക്കുന്നതാണ്. ഇത് കോഫി തന്നെയാണ്. ഈ ഒരു മെഷീന്
ഇത് എന്താക്കുന്നതെന്ന് എനിക്കറിയില്ല, ഞാനത് ചോദിച്ചിട്ടുണ്ടായിട്ട് അങ്ങനെ. അപ്പുറത്ത് ഞാനൊന്ന് കണ്ടിട്ടുണ്ടായിന് പൊടിക്കുന്നത്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു വീഡിയോൻ്റെ ഏതൊരു ഭാഗത്തായിട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു സംഭവം ഗ്രീൻ കോഫിയാണിത്. കോഫീൻ്റെ തന്നെ പല വെറൈറ്റീസ് ഉണ്ടായിന്. ഇത് നമ്മളിങ്ങനെ പുരയിൽ നല്ല ഫ്രഷ് സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് കത്തിക്കുന്ന കുന്തിരിക്കയില്ലേ, അതാണ് അതുണ്ടായിനടെ. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നുള്ളത് നമ്മൾ ഫാഷൻ ഫ്രൂട്ട് ഇല്ലേ, അതാണ്. അപ്പോൾ നിർബന്ധിച്ചിട്ട് ടേസ്റ്റ് നോക്കാമെന്നെല്ലാം പറഞ്ഞതാണ്. ടേസ്റ്റ് പിന്നെ നമ്മൾ ഇത് സാധാരണ മേങ്ങുന്നല്ലേ, അതിനേക്കാളും കുറച്ചും കൂടി മധുരമായിട്ടാണ് തോന്നിയത്. നല്ലൊരു ഒറിജിനൽ ഒരു ഫ്ലേവർ പോലെ തോന്നിയിനി. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ചോക്ലേറ്റിൻ്റെ ഒരു സെക്ഷനാണ് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. പല ടൈപ്പിലുള്ള ചോക്ലേറ്റും ഉണ്ടായിന്. നമ്മളിങ്ങനെ കയ്യിലെടുക്കുന്ന സമയത്തില്ലേ, കുറേ ടൈമൊന്നും കയ്യിൽ വെക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് മെൽട്ടാകുന്ന പോലെല്ലാം തോന്നുന്നുണ്ടായിന്. ആ ഒരു ഭാഗത്ത് ഫുള്ളും ചോക്ലേറ്റ് തന്നെയാണ്. നമ്മൾ ഓരോന്നും ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിന്, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ഫ്രഷ് ആയിട്ടാകുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ, പെട്ടെന്ന് ഇങ്ങനെ മെൽട്ടാകുന്ന പോലെ എല്ലാം ആകുമ്പോൾ എല്ലാം നല്ല ഉണ്ടായിന്. ഇപ്പം നിങ്ങൾ കണ്ടതില്ലേ, അതൊരു മാംഗോ ഫ്ലേവറിലുള്ള ചോക്ലേറ്റാണ്. അതും അങ്ങനെ നല്ലൊരു മാംഗോൻ്റെ ഫ്ലേവറും എല്ലാം ഉണ്ടായിന്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഉണ്ടായത്. ഇപ്പം ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നുള്ളത് ഫുള്ളും മസാലകളാണ്. ഗ്രാമ്പ്, പട്ട, ഏലക്ക, അതുപോലത്തെ എല്ലാ ടൈപ്പ് മസാലകളും ഉണ്ടായിന്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കോഫിയും കുടിച്ചിട്ട് വരാം. സൈഡിലൊരു സ്റ്റെപ്പ് കണ്ടില്ലേ, അതിൽ കൂടിയിട്ട് പോയാൽ മതി. നല്ല ഫ്രഷ് കോഫി, ഒരു കോഫി ഫുള്ളൊന്നും നമുക്ക് കുടിക്കാൻ കഴിയില്ല, അത്രയ്ക്കും നല്ല റിച്ച് ആയിട്ടുള്ള കോഫിയാണ്. അടിപൊളി ടേസ്റ്റാണ് ഉണ്ടായത്. അങ്ങനെ അതെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ടായിട്ട് പിന്നെ നമ്മൾ നേരെ എത്തിയിട്ടുള്ളത് എന്തായാലും മിസ്സാക്കാൻ പറ്റാത്ത നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ അതാണ് ഈ ഒരു വൈൽഡ് എസ്കേപ്പ് എന്ന് പറയുന്ന അഡ്വഞ്ചർ പാർക്ക്. അടിപൊളിയാണ് സംഭവം. അപ്പം അത് അഡ്വഞ്ചേഴ്സ് എല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. ചെറിയ ആൾക്കും വലിയ ആൾക്കും എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാർക്കാണിത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് അടുത്ത പാർട്ടായിട്ട് കാണാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പാർട്ട് 2 കാണാവേ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കാക്കാൻ മറക്കണ്ട, അതേപോലെ സബ്സ്ക്രൈബ് ആക്കുക. അതൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കിയത്. അപ്പോൾ നമുക്ക് എന്താക്കാം, അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും ഫ്രണ്ട്സ് ബൈ, താങ്ക് യു.